ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. അപ്പോൾ ഈ 14-ാം തീയതി നമ്മുടെ ചാനൽ മോണിറ്റൈസായി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് എൻ്റെ ഒപ്പം വേണം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ 65-ൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൺ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒരു 300 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ അളവുകളൊന്നും പറയുന്നില്ല, നമുക്ക് സോസിനും ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് അളവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. അപ്പോൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി കുറച്ച് ചതച്ചത് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചത്, കാശ്മീരി മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് ചില്ലി ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് അത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് നമ്മുടെ സാദാ ജീരകം പൊടിച്ചതാണ്. ഗരം മസാല, കുരുമുളക് പൊടി, ഒരു 4 പച്ചമുളക് പുളർന്നത്, കറിവേപ്പില. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. സൺഫ്ലവർ ഓയിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ക്യുമിൻ സീഡാണ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ അരമുറിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവറും അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. അരിപ്പൊടിയും കോൺഫ്ലവറും ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഈ ചിക്കൻ ഒന്ന് വറക്കാൻ നേരത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്തേക്ക് മാത്രമാണ് അന്നേരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് ആ കോട്ടിങ് നന്നായിട്ട് നമുക്ക് ഈ ചിക്കനിൽ പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നന്നായി അത് ഈ അരപ്പെല്ലാം ഈ ചിക്കനെ പിടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഈ ചിക്കൻ എടുത്തുനിന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് ചിക്കൻ വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തണുപ്പൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ, അരിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവറും അരിപ്പൊടിയും ചേർത്ത് ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനെ കൊണ്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇനി കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയിരിക്കുന്ന ചിക്കന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ടതും നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ വെളുത്തുള്ളിയോട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചില്ലി ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് വേണ്ടി. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ വറുത്തപ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്താണ്. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കളറൊന്നും ചേർക്കത്തില്ല, കുറച്ച് കളറിൻ്റെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതിനൊക്കെ നല്ല കളറൊക്കെ ചേർത്തിട്ടാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കാനാണെങ്കിൽ നമ്മൾ കളറൊന്നും ചേർക്കണില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.